ഹലോ വ്യൂവേഴ്സ്, നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ വന്നിട്ട് ഞാനിന്നൊരു ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഷൂട്ടും കാര്യങ്ങളുണ്ട്, നമ്മൾ പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ചെറിയൊരു ചേഞ്ച് ഹെയറിൽ വരുത്തണം എന്നുള്ളത്. അപ്പോൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സിസ്റ്റർ ബാലുശ്ശേരി കാത്തുക്ക്, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ബാലുശ്ശേരി ഹെയർ അപ്പോൾ ഇതാ നമ്മൾ വന്നിട്ടുള്ളത് ഫെമിനയിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളാണ് അവിടെ. അത്യാവശ്യം നല്ല ലക്ഷറി ടൈപ്പിലുള്ളൊരു സലൂൺ കൂടിയാണ് കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് അവിടുന്ന് ചെയ്ത് കിട്ടിയെന്നുള്ളതാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെ പോകണം എന്നുള്ളത്. ഓൾമോസ്റ്റ് സിസ്റ്ററാണ് എന്നോട് പറഞ്ഞ് നമുക്ക് അവിടെ പോവാം, അവൾ അവിടെയാണ് പോവാറുള്ളത്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളിത് ഹെയർ കളർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ നല്ല തിരക്കാണ്. നമ്മളിത് റെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഇതാ നമ്മൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൈം എടുത്തിട്ടൊന്നുമല്ല എനിക്ക് ചെയ്തു തന്നത്. മാക്സിമം എന്താ പറയുക, ഒരു 1 hour അതിൻ്റെ ഉള്ളിൽ എനിക്ക് ആ ഒരു അറ്റംപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തന്നു കേട്ടോ. അതാണ് എനിക്ക് വളരെ ഗുഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ അവിടെ കസ്റ്റമേഴ്സിൻ്റെ ലാഗ് അടുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടോ ഫെമിനെ പോണത്, സിസ്റ്റർ അവിടെയാണ് സ്ഥിരമായിട്ട് പോകാറുള്ളത്. അപ്പോൾ എന്നോട് നമുക്ക് അവിടെ പോയി ചെയ്യാം എന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെ പോകണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ വാഷിംഗ് ടൈം ആയിട്ടുണ്ട്, വാഷ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളൊരു 2-3 ദിവസം മുന്നേ ആണ് സ്മൂത്തനിങ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഹെയർ കളറിലേക്ക് കൊടുക്കണത്. അത് ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഹെയറിലേക്ക് വലിയ തോതിൽ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ കെയർ ചെയ്യണം. പക്ഷേ നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ഷൂട്ട് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മൾ ഹെയർ ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് എവിടെ വെച്ചാലും അങ്ങനെ ഇരിക്കും. അതാണ് എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. സാധാരണ ഞാൻ നല്ല സ്റ്റെപ്പ് ലെയർ അങ്ങനെയുള്ള ടൈപ്പിലുള്ള ഹെയർ സ്റ്റൈലാണ് സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഈ ഒരു ഫീൽഡിൻ്റെയും കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ തോന്നുന്നത്. കാരണം നമുക്ക് ഒരുപാട് നേരം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ബണ്ണിടുകയോ ഇല്ലെങ്കിൽ അയച്ചിടുകയോ ചെയ്താലും സെറ്റാണ്. അങ്ങനെ ഇതായിരുന്നു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇതാ ത്രെഡിങ്ങിന് കയറിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. കാരണം നമുക്ക് നാളെയാണ് പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഷൂട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ത്രെഡും കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല ഭംഗിയുണ്ടാവും ഫേസ് കാണാൻ. അടിപൊളിയായി ഗൈസ്, അടിപൊളിയായിട്ട് ചെയ്തു. അവളൊരു വിധത്തിൽ ഫേസ് ചെയ്യലില്ലേ ക്യാമറയിലേക്ക്. അതവിടെ നിന്ന് ഞാനിതാ ഒറിക്സിലേക്കാണ് കേട്ടോ. എനിക്ക് ഷൂട്ടിൻ്റെ കാര്യങ്ങൾക്കുള്ള കുറച്ച് കാര്യങ്ങൾ, ലെൻസ് ലാഷസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അവിടെ അത്യാവശ്യം ഇപ്പോൾ ഓഫേഴ്സ് നടക്കുന്നത് കൊണ്ട് അടിപൊളിയാണ്. അവിടെ നിന്ന് നേരെ ഷൂ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കാരണം ഞാനും ഏട്ടനും കൂടെ ചെന്ന് വാങ്ങാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഏട്ടൻ എത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടന് വൈറ്റ് ഷൂ ആണ്. അപ്പോൾ സെയിം വൈറ്റ് ഷൂ തന്നെ വാങ്ങിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഷൂ കാലിലിട്ട് നോക്കി എന്നിട്ട് അതിൽ ഏട്ടൻ ഏതാണോ ഇഷ്ടം നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ഷൂ ഒക്കെ വാങ്ങിയിട്ടോ ഇതായിരിക്കണം. അതിന് ശേഷം നമ്മളിതാ ചായ കുടിക്കാമെന്ന് വെച്ചു. കാരണം ആകെ ടയേർഡായിട്ടുണ്ട്, അലച്ചിലാണല്ലോ. അതിനുശേഷം ഇതൊരു കുട്ടി ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം
അതിപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. ഈ ഒരു ടോപ്പോ കാര്യങ്ങൾ ജീൻസിലുള്ള ടോപ്പോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതും കൂടെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ കളക്ട് ചെയ്തു കേട്ടോ. മുഖം ഇങ്ങനെ കോടിങ്ങനെ വെക്കണമെന്നുള്ളൊരു ഹോബി. നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടുപേരെ അച്ഛന്മാരെ കാത്തിക്കാണ്. ഓളെ വീട്ടിലേക്ക് വിട്ടിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ വരും. സമയം എത്രയോ ആയി കഴിച്ചു. അങ്ങനെ ഇതാ വന്ന സമയത്ത് രണ്ടച്ഛന്മാരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ചിറ്റപ്പൻ അപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. മോൾ അങ്ങോട്ട് കയറാൻ പോയിട്ടുണ്ട്. നമ്മളും പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ എന്ന് പറയണത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.